Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോസിന് എങ്ങനെ ലൈക്ക് കൂട്ടാൻ സാധിക്കും, അതേപോലെ ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യുന്ന പോസ്റ്റുകൾക്ക് എങ്ങനെ ലൈക്ക് കൂട്ടാൻ സാധിക്കും. അങ്ങനെ ഫേസ്ബുക്കിൽ ലൈക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ ലൈക്ക് കൂട്ടുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പല മാർഗങ്ങൾ സ്വീകരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഓട്ടോ ലൈക്ക് ലഭിക്കുന്ന പല വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകൾ സുരക്ഷിതമാണോ, ഈ വെബ്സൈറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതുപയോഗിച്ച് ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് നമുക്ക് ലഭിക്കും. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. കൊച്ചു കുട്ടികൾക്ക് മുതൽ ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, വാട്സപ്പ് യൂസ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് അവര് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിനും പോസ്റ്റിനുമൊക്കെ ഏറ്റവും കൂടുതൽ ലൈക്ക് വേണം. മറ്റു സുഹൃത്തുക്കളെക്കാളും കൂടുതൽ ലൈക്ക് അവർക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി പല രീതിയിലുള്ള പല പരിപാടികൾ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ ലൈക്ക് കൂട്ടാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളുണ്ട്, ആപ്ലിക്കേഷനുകളുണ്ട്. ഈ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഒക്കെ സുരക്ഷിതമാണോ? ഓട്ടോ ലൈക്ക് ലഭിക്കുന്ന പല വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫേസ്ബുക്ക് ID കൊടുത്ത് സൈൻ ഇൻ ചെയ്യണം. അതിനുശേഷം ഒരു ടോക്കന്റെ ത്രൂ നമ്മൾ ആ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യും. നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഉള്ള ഒരു ടോക്കൺ എടുത്ത് നമ്മൾ ആ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യണം. ഇങ്ങനെ സൈനപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോസിന് ഇപ്പോൾ 100 ലൈക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അത് 1000 ആകാം, അല്ലെങ്കിൽ 2000 ആകാം. ഫേസ്ബുക്കിന്റെ നമുക്ക് ലഭിക്കുന്ന ലൈക്ക് കൂടും. ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ ലൈക്ക് കൂട്ടാൻ സാധിക്കും. എന്നാൽ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ലഭിക്കുന്ന ലൈക്കുകൾ നമുക്ക് അറിയാത്ത ആളുകളായിരിക്കും ലൈക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ആളുകൾ നമ്മളുടെ ഫോട്ടോസ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾക്ക് ലൈക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ലൈക്ക് ഫോർ ലൈക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് മറ്റാരോ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ആ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുന്നതിലൂടെ ആ വെബ്സൈറ്റിലുള്ള മറ്റംഗങ്ങൾക്കും ഓട്ടോ ലൈക്ക് നമുക്ക് ലഭിക്കുന്ന വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റംഗങ്ങളുടെ ഫോട്ടോസിനും നിങ്ങൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും ലൈക്ക് പോകും. നമുക്ക് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ലൈക്കാണ്. എവിടെ നിന്നോ ആരോ ലൈക്ക് ചെയ്യുന്നു നമ്മളുടെ ഫോട്ടോസിന്. നമ്മൾ ഇതേപോലെയുള്ള ഓട്ടോ ലൈക്ക് ലഭിക്കുന്ന വെബ്സൈറ്റുകളിൽ സൈനപ്പ് ചെയ്യുമ്പോൾ, അതേപോലെ മറ്റാളുകളും ഇതുപോലെ ഈ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ ലൈക്ക് ലഭിക്കും. അതിൽ ലൈക്ക് ചെയ്യുന്ന ഒരാള് ചിലപ്പോൾ നമ്മളായിരിക്കാം. കാരണം നമ്മൾ ആ പെർമിഷൻ കൊടുത്താണ് ആ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സൈനപ്പ് ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട്, ഓട്ടോ ലൈക്ക് ലഭിക്കാനായിട്ട് നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും കൊടുക്കുന്ന ടോക്കൺ, ആ ടോക്കൺ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡിന് തുല്യമാണ്. ആ പെർമിഷൻ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് ആദ്യം ചേഞ്ച് ചെയ്യുക. അതിനോടൊപ്പം ഇതേപോലെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക. ആദ്യം ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾ സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സൈൻ ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമാക്കാനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. യൂട്യൂബിലും മറ്റും നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൗ ടു ഗെറ്റ് 10,000 ലൈക്ക് അല്ലെങ്കിൽ 20,000 ലൈക്ക് എന്ന് പറഞ്ഞുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ലൈക്ക് കിട്ടുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ലൈക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു രീതി, എന്നാൽ അതിലുണ്ടാകാൻ ഇടയുള്ള കുഴപ്പങ്ങൾ, അതിനെക്കുറിച്ച് ആരും പറയത്തില്ല. അവർക്ക് അവരുടെ വീഡിയോയ്ക്കും ലൈക്ക് വേണം, അല്ലെങ്കിൽ ഷെയർ വേണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകളും മറ്റും കണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ട് ഇതേപോലെയുള്ള വെബ്സൈറ്റുകളിലൊന്നും രജിസ്റ്റർ ചെയ്യില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പ്രൈവസി നമുക്ക് നഷ്ടപ്പെടും, സെക്യൂരിറ്റി നഷ്ടപ്പെടും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള വെബ്സൈറ്റുകളിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ടുകൾ സൈൻ ഇൻ ചെയ്യുകയോ സൈനപ്പ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ അറിയാതെ
മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ വിവരം അറിയാത്ത മറ്റ് സുഹൃത്തുക്കളിലും ഇത് എത്തത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.